പ്രിയപ്പെട്ടവരെ, പൂക്കളെയും പുഴകളെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു സെഷൻ, ആ സെഷനിലേക്ക് എന്നെ ക്ഷണിച്ചത് സ്വാഭാവികമായും ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മാഷുമൊക്കെ സൂചിപ്പിച്ചതുപോലെ പൂക്കളുടെ പുസ്തകം എന്ന ഒരു ചെറിയ പുസ്തകം എഴുതിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് എനിക്കുറപ്പാണ്. ആ പുസ്തകം എഴുതുന്ന സമയത്ത് അതിൻ്റെ വായനക്കാരായി ഞാൻ മനസ്സിൽ കണ്ടത്, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഖം കുട്ടികളുടേതാണ് എന്നതിൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളുടെ മുഖമാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു വരിയിൽ കാരണവും സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പൂക്കളും പുഴകളും ഇലകളും ചെടികളും മണ്ണും ഒക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന മനോഭാവത്തോടെ അതിനെല്ലാം ഈ മഹാപ്രപഞ്ചത്തിൽ തുല്യമായ ഇടങ്ങളുണ്ട് എന്ന ഒരു ബോധം സൃഷ്ടിക്കുന്നതിലേക്ക് കുട്ടികളെ നയിക്കുമെങ്കിൽ നന്നായി എന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണ് പങ്കുവച്ചിരുന്നത്. നമ്മുടെ ഈ മഹാപ്രപഞ്ചത്തിൽ നിസ്സാരമായ ഒന്നുമില്ലെന്നും എല്ലാറ്റിനും അതിൻ്റെതായ ഒരു ഇടമുണ്ടെന്നും മനുഷ്യരായി ജീവിക്കുമ്പോൾ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും, സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രസക്തിയെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മനോഭാവം നമുക്കുണ്ടാവേണ്ടതുമുണ്ട് എന്നൊരു ചിന്തയിൽ നിന്നാണ്. അതൊരു നൂതനമായ ചിന്തയൊന്നുമല്ല, ഒരു പുതിയ ആശയവുമല്ല. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനിൽ വള്ളത്തോൾ അത് ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത മലയാളത്തിലെ ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. മഹാത്മാഗാന്ധിയെ പർവ്വതസമാനമായ ഔന്നത്യങ്ങളിൽ കുടിയിരുത്തുന്ന, ഗാന്ധിജിയോടുള്ള സ്നേഹാദരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഒരു കാവ്യമാണ്. ഒരുപക്ഷെ സമാനമെന്ന് പറയാവുന്ന മറ്റൊരു കവിത കുഞ്ഞിരാമൻ നായരുടേതാണ്. സ്വതന്ത്രഭാരതത്തിൽ കുഞ്ഞിരാമൻ നായർ മഹാത്മാഗാന്ധിയെ ഹിമാലയ പർവ്വതവുമായാണ് ഉപമിക്കുന്നത്. ഇന്ത്യക്ക് 2 ഹിമാലയമുണ്ട് എന്നാണ് കുഞ്ഞിരാമൻ നായർ പറയുന്നത്. 2 ഹിമാലയം, ഒന്ന് സാക്ഷാൽ, മറ്റേതോ സത്യശുഭ്രമൂർത്തി ഗാന്ധി എന്ന് പറയുന്നുണ്ട്. ആ മഹാപർവ്വതത്തെക്കാൾ വേണമെങ്കിൽ ഒരല്പം കൂടി ഉയരത്തിലാണ് വള്ളത്തോൾ ഗാന്ധിജിയെ വർണ്ണിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെയും മുഹമ്മദിൻ്റെയും രന്തിദേവൻ്റെയും ഹരിശ്ചന്ദ്രൻ്റെയും ശ്രീബുദ്ധൻ്റെയും എല്ലാം സകല സൽഗുണങ്ങളുടെയും വിളനിലമായി ഗാന്ധിജിയെ വള്ളത്തോൾ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഗുരുനാഥൻ്റെ ആദ്യത്തെ വരി, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ, അതാണ്. നമ്മളെല്ലാം വായിച്ചിട്ടുള്ള വരിയാണ്. നാവുകൊണ്ട് മാത്രമാണോ വായിച്ചിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി യോഗവിത്തവം ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്നാണ് വള്ളത്തോൾ എഴുതുന്നത്. ചെടികളും പുല്ലും പുഴുവുമെല്ലാം കുടുംബാംഗങ്ങളാണ് എന്നൊരു കാഴ്ചപ്പാട് വള്ളത്തോൾ മുൻപോട്ട് വെക്കുന്നു. ഗാന്ധിജിയെ ആദരിക്കുന്നതിൻ്റെ പശ്ചാത്തലമായാണ് എങ്കിലും അതൊരു മഹത്തായ ചിന്തയാണ്. പുഴുവിനെയും പുല്ലിനെയും കുടുംബാംഗമായി പരിഗണിക്കുക, അതൊരു മനോഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ സമയത്ത് നെരൂദ എഴുതിയ എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കെന്ന കവിതയുടെ ആദ്യത്തെ വരി, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്നാണ്. അപരിചിതരായ മനുഷ്യർ, ഈ ഭൂഗോളത്തിൽ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർ, തീർത്തും അപരിചിതരായവർ, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്തവർ, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, പക്ഷെ അവരെല്ലാം എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന മനോഭാവം എനിക്ക് പകർന്നു തന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായപ്പോൾ തന്നിലുണ്ടായ മാനസിക പരിവർത്തനത്തെക്കുറിച്ച് നെരൂദ എഴുതുന്നത്. വള്ളത്തോളും നെരൂദയും പറയുന്നത് ഏറെക്കുറെ ഒരേ കാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ
വള്ളത്തോൾ പറയുന്നു, ചെടികളും പുല്ലും പുഴുവും എല്ലാം കുടുംബാംഗങ്ങളാണ് എന്ന ഒരു മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു മനോഭാവമാണ്. വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള ഒരു അനുഭവം എം.എൻ. കാരശ്ശേരി ഒരു പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പലരുമായുള്ള അനുഭവങ്ങളും സംഭാഷണങ്ങളും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ്, അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പുസ്തകം. അതിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമിഴ്ത്തി വയ്ക്കും എന്നാണ്. അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ എന്ന് എനിക്ക് അറിയുകയില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ല. അപ്പോൾ കാരശ്ശേരി വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചാൽ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത്? ചായയുടെ അവസാനം ആ അവശിഷ്ടമൊക്കെ കമിഴ്ത്തി വെക്കുന്നിടത്തൊക്കെ ആവുമല്ലോ, വൃത്തികേടാവും സത്യത്തിൽ. അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന മറുപടി, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു ഇത്തിരിപ്പോളം ചായ ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ ചായയിൽ വന്ന് ഉറുമ്പുകൾ വീണ് ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉറുമ്പിൻ്റെ പോലും ദുരന്തത്തിന് താൻ കാരണമായി കൂടാ എന്നൊരു ചിന്തയാണ്. അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയുക, അതിൻ്റെ പേരാണ് മനുഷ്യസ്നേഹം. മനുഷ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം. മനുഷ്യൻ്റെ ഉള്ളിൽ സർവ്വചരാചരങ്ങളോടുമുള്ള സ്നേഹം എന്നാണ് അർത്ഥം. അപ്പോൾ താൻ കുടിക്കുന്ന ചായയുടെ അവശിഷ്ടത്തിൽ ഒരു ഉറുമ്പ് ചത്തുപോകുന്നത് സഹിക്കാനുള്ള ഹൃദയ കടുപ്പം ഇല്ലാത്തത് കൊണ്ടാവാം അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്. ഒരു ഉറുമ്പിന് പോലും വേദനയുണ്ടാവരുത് എന്നത്. അതും ഒരു നൂതനമായ ചിന്തയല്ല, ബഷീർ ആവിഷ്കരിച്ച ഒരു ആശയമൊന്നുമില്ല. അനുകമ്പാ ദശകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ ശ്രീനാരായണ ഗുരു പറയുന്നത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളൊരനുകമ്പ. അനുകമ്പയുടെ വ്യാഖ്യാനം അതാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനോഭാവത്തിൻ്റെ മറ്റൊരു പേരാണ് അനുകമ്പ എന്ന് പറയുന്നത്. അപ്പോൾ പുല്ലും പുഴുവും ഉറുമ്പും നമുക്ക് ചുറ്റുമുള്ള സകലതും നമുക്ക് തുല്യമായി തന്നെ മാനിക്കപ്പെടേണ്ടതാണെന്നൊരു മനോഭാവം വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടായാൽ അത് ഈ ലോകത്തിന് വളരെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൂവും മഴയും മരവും ഒക്കെ മനുഷ്യരെ പോലെ സംസാരിക്കാൻ കൂടി കഴിയുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം മനോഭാവത്തിൽ വളരുന്ന കുട്ടികൾക്ക് സാധിക്കും. 963 മറ്റോ ആണെന്ന് തോന്നുന്നു, വിശ്രുതനായ കവി റോബർട്ട് ഫ്രോസ്റ്റ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അതൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുമ്പോൾ ലോകം വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായാണ് ഫ്രോസ്റ്റ്, അല്ലെങ്കിൽ ആ നിലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാനായ കവി അമേരിക്കയിൽ നിന്നും സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാനായി വരുന്നത്. മെൻഡിങ് ദ വാൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ റോബർട്ട് ഫ്രോസ്റ്റിനെ വളരെ ഹൃദയപൂർവ്വം സോവിയറ്റ് യൂണിയൻ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരണത്തിന് ശേഷം എലീഷ്യ കഫേയിലെ സോവിയറ്റ് എഴുത്തുകാരുടെ ഒരു വലിയ സമ്മേളനത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് യോഗാധ്യക്ഷനായിരുന്ന യെവ്ജിൻ യെവ്തുഷെങ്കോ ആ വേദിയിൽ വെച്ച് പരാമർശിച്ചത്, ദന്തഗോപുരങ്ങളിൽ നിന്ന് അലയടിക്കുന്ന വാക്കുകളല്ല നാം കേട്ടത്, പിന്നെയോ ഹരിതാഭമായ ഭൂമിയുടെയും വിശ്രുതാകാശത്തിൻ്റെയും ഇടയിൽ മുഴങ്ങുന്ന മനുഷ്യത്വത്തിൻ്റെ ശബ്ദമാണ് നാം കേട്ടതെന്നാണ് യെവ്തുഷെങ്കോ ആ പ്രസംഗത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രസംഗശേഷം റോബർട്ട് ഫ്രോസ്റ്റ് ആ വേദി വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആ സദസ് ഒന്നടങ്കം അദ്ദേഹത്തെ അനുഗമിച്ചു. അപ്പോൾ ആ വേദിക്ക് പുറത്ത് ഏതാനും ചുവടുകൾ നടക്കുമ്പോൾ അവിടെ പാതയോരത്ത് വിടർന്നു നിൽക്കുന്ന ഒരു ചെടിയിലെ ഒരു ചെറിയ പൂവ് കണ്ട് അദ്ദേഹം കൗതുകപൂർവം ആ ചെടിയുടെ സമീപം നിന്നുവത്രേ. നിർനിമേഷനായി ആ പൂവ് നോക്കി നിൽക്കെ ഒരു കുഞ്ഞിനെ പോലെ റോബർട്ട് ഫ്രോസ്റ്റ് അവിടെ നിലത്ത് ഇരുന്നു എന്നാണ് പറയുന്നത്. നിലത്തിരുന്ന അരുമയോടെ ആ പൂവിനെ അദ്ദേഹം തലോടിയത്രേ. റോബർട്ട് ഫ്രോസ്റ്റിന് അന്ന് വയസ്സ് ഏതാണ്ട് 90 ആയിട്ടുണ്ടാവും, 90ഓടടുത്തിട്ടുണ്ടാവും. 90ാമത്തെ വയസ്സിൽ
ലോകത്തെ ഏറ്റവും വലിയ കവിയെ ഒരു ശിശുവാക്കി മാറ്റിയതൊരു പൂവാണ്, ഒരു ചെറിയ പൂവാണ്. ആ പൂവ്, ആ വേള അദ്ദേഹത്തെ കൂടുതൽ മനുഷ്യനാക്കി മാറ്റുന്നു, കൂടുതൽ ആർദ്ര ഹൃദയമുള്ള ഒരാളാക്കി മാറ്റുന്നു. ഇത് ഏത് പൂവും മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ സന്ദർഭത്തിൽ അന്ന അഹ്മത്തോവ റോബർട്ട് ഫ്രോസ്റ്റിന് ആദരം പ്രകടിപ്പിച്ചുകൊണ്ടെഴുതിയ കവിതയുടെ പേര് ദ ലാസ്റ്റ് റോസ് എന്നായി. നമ്മളിപ്പോൾ ഒരാളെ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൂവ് കൊടുത്ത് സ്വീകരിക്കും. എന്തിനാണൊരു പൂവ് കൊടുക്കുന്നത്? ONV എഴുതുന്നത്, വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ കേൾക്കൂ നീ അതിലെൻ്റെ ഹൃദയം വായിച്ചുവോ എന്നാണ്. വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ കേൾക്കൂ നീ അതിലെൻ്റെ ഹൃദയം വായിച്ചുവോ. ഓരോ പൂവിലും അത് കൊടുക്കുന്ന ഒരാളുടെ ഹൃദയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പ്രണയിക്കുന്ന ഒരു പൂവൊക്കെ കൊടുക്കുന്നത്. എളുപ്പത്തിനൊരു സാധനം പറിച്ചു കൊടുക്കുകയല്ല, ആ വാക്കുകൾക്കാവാത്തത് പ്രതിഫലിപ്പിക്കുന്നു ആ പൂവിൽ എന്നാണ്. അങ്ങനെയാണ് ആ പൂവിനെ ONV വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രോസ്റ്റിനോട് ആ കുഞ്ഞു പൂവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഫ്രോസ്റ്റ് എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളോടും പറയുന്നുണ്ട്. പൂക്കൾ, ഇലയും മരവും പൂവും മഴയും ഒക്കെ നമ്മളോട് ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മളത് കാണുന്നുവോ കേൾക്കുന്നുവോ എന്നത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണ്. അത് കാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഒരേ കാഴ്ചയല്ല. അത് ഒപ്താൽമോളജിസ്റ്റിനെ കാണുന്ന പ്രശ്നമല്ല ഞാനിവിടെ പറയുന്നത്. ഇപ്പം ഞാൻ കാണുന്നതാവില്ല നിങ്ങൾ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കണ്ട പൊന്നാനിയല്ല നിങ്ങൾ കണ്ട പൊന്നാനി. അത് രണ്ടുമാവില്ല മറ്റൊരാൾ കാണുന്ന പൊന്നാനി. പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ബിംബങ്ങൾ വ്യത്യസ്തമായിരിക്കും. AV ഹൈസ്കൂളിലേക്ക് നമ്മൾ വരുന്നു. ഞാൻ കണ്ട AV ഹൈസ്കൂൾ അല്ല നിങ്ങൾ കണ്ട AV ഹൈസ്കൂൾ. മേൽക്കൂരയും കെട്ടിടങ്ങളും മാത്രം കണ്ട് AV ഹൈസ്കൂൾ സന്ദർശിച്ച് മടങ്ങിപ്പോകുന്നവരുണ്ടാവില്ലേ? ഉണ്ടാവും. ചിലരിതിൻ്റെ ചുവരുകളിൽ തൂങ്ങുന്ന M ഗോവിന്ദൻ്റെയും ഉറൂബിൻ്റെയും TK പത്മിനിയുടെയും ഇമ്പിച്ചി ഭാവിയുടെയും ഒക്കെ ചിത്രങ്ങൾ കണ്ട് അവരുടെ കാലഘട്ടത്തിലൂടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും. ചിലരാവട്ടെ ഇവിടെ ഈ AV ഹൈസ്കൂളിൽ ഒരു ബദാം മരം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്, മനോഹരമായ ഇലച്ചാർത്തുകളുമായി. ചിലരുടെ മനസ്സിൽ ആ ബിംബമായിരിക്കും വരിക. പക്ഷെ അതിലൊരൊറ്റ ബദാം പോലും ഇല്ല എന്ന് മറ്റൊരാൾ കണ്ടെത്തിയേക്കും. അപ്പം അയാൾ കാണുന്നത് ഇല്ലാത്തൊരു കാര്യമാണ്. സ്കൂളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ബദാം മരമുണ്ട്, പക്ഷേ അതിൽ ബദാം ഇല്ല. അപ്പോൾ ആ ഇല്ലാത്തൊരു കാര്യം കാണുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ടാകും. കണ്ണെന്ന് പറയുന്നത് കാഴ്ച സാധ്യമാക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. ആ കണ്ണുകൊണ്ട് മാത്രമല്ല മനുഷ്യൻ കാണുന്നത്. കണ്ണുകൊണ്ട് നോക്കുകയും ഹൃദയം കൊണ്ട് കാണുകയും ചെയ്യുക എന്നൊന്നുണ്ട്. മനുഷ്യർ സംസാരിക്കുന്നത് നാവുകൊണ്ട് മാത്രമല്ല. 2001 പുറത്തിറങ്ങിയ മനോഹരമായ ഒരു ഇറാനിയൻ സിനിമയുണ്ട്, ബറാൻ എന്നാണ് സിനിമയുടെ പേര്. തിരുവനന്തപുരത്തൊരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിൽ ആ സിനിമ കണ്ട് ഞാൻ ഓർമ്മിക്കുന്നു. മജീദ് സംവിധാനം ചെയ്ത പ്രശസ്തമായ ഒരു സിനിമയാണ്, മനോഹരമായൊരു സിനിമ. ആ സിനിമയിൽ ഒരു വൃദ്ധനായ കഥാപാത്രം അങ്ങേയറ്റം ഉന്മേഷഭരിതമായി സംസാരിക്കുന്ന ഒരു സീനുണ്ട്. വളരെ ഊർജ്ജസ്വലതയോടെ പ്രതീക്ഷാനിർഭരമായ വാക്കുകൾ. ഒരു ചെറുപ്പക്കാരനായ കഥാപാത്രത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുന്നുണ്ടൊരു വേള, അങ്ങേക്ക് എങ്ങനെയാണ് ഇത്ര മനോഹരമായി സംസാരിക്കാൻ കഴിയുന്നത് എന്ന്. അതിന് വൃദ്ധനായ കഥാപാത്രം പറയുന്ന മറുപടി സബ് ടൈറ്റിലോ മറ്റോ എഴുതി കാണിച്ചത് ഇങ്ങനെയാണ്: ബിക്കോസ് ദ വേർഡ്സ് ആർ കെയിം ഫ്രം മൈ ഹാർട്ട്. വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അത് മനോഹരമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഹൃദയം കൊണ്ട് സംസാരിക്കാനും ഹൃദയം കൊണ്ട് കേൾക്കാനും കഴിയുക എന്നത് മനുഷ്യർക്ക് മാത്രം ഒരുപക്ഷെ സാധ്യമായൊരു കാര്യമാണ്. നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കാറുണ്ടോ, നാം ഹൃദയം കൊണ്ട് കേൾക്കാറുണ്ടോ എന്നത് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാ കാഴ്ചകളിലും ഇങ്ങനെ കാഴ്ചയ്ക്കപ്പുറത്തുള്ള മഹാലോകങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു ക്ഷണമുണ്ട്. ആ ക്ഷണം സ്വീകരിച്ച് കടന്നു പോയാൽ നമുക്ക് പുതിയ ലോകങ്ങൾ ഓരോ പൂവും പുഴയും കാണിച്ചു തരും. പക്ഷെ നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്ര വലിയ മാറ്റങ്ങളാണ്. സ്കൂൾ കുട്ടികളുടെ മുഖമാണ് വായനക്കാരായി
എഴുതുന്ന സമയത്തിൻ്റെ മുന്നിലുണ്ടായത്, മനസ്സിലുണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽ മാത്രമാണ് ഞാൻ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. മുതിർന്നവരിൽ നിന്നൊരു നന്മയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വളർന്നു വരുന്നൊരു തലമുറ പുതിയ ലോകങ്ങൾ സൃഷ്ടിച്ചേക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നന്നായി എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കുട്ടികളെ അനുവദിക്കാത്ത ഹൃദയശൂന്യരായി ഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും വർത്തമാനകാലത്ത് മാറിയോ എന്ന സംശയം എനിക്കുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു കുഞ്ഞ് ജനിച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിലും ആ കുഞ്ഞ് വളർന്നു വരുന്ന അന്തരീക്ഷം എങ്ങനെയുള്ളതാണ്? കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കരയുന്ന സമയത്ത് ഏതാണ്ട് സർവ്വസാധാരണമായി കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാർട്ടൂൺ ചാനലല്ലേ? അത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ തത്തുല്യമായ മറ്റെന്തെങ്കിലും മൊബൈൽ ഫോണിലോ ടി വിയിലോ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. പണ്ട് ടെലിവിഷനും മൊബൈൽ ഫോണും അത്ര സർവ്വസാധാരണമല്ലാതിരുന്ന കാലത്തൊരു പക്ഷേ മറ്റു മാർഗങ്ങളാവും അമ്മമാർ ആശ്രയിച്ചിട്ടുണ്ടാവുക. കുഞ്ഞിനെ എടുത്ത് മുറ്റത്തൂടെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ തൻ്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളും ചെടികളും പൂക്കളും കാറ്റും മഴയും ഒക്കെ കാണുകയോ അറിയുകയോ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടാവാം. രാത്രി കുഞ്ഞിനെയും എടുത്ത് മുറ്റത്ത് ഉലാത്തുമ്പോൾ ആകാശം കണ്ടിട്ടുണ്ടാവാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നത് കണ്ട് വിസ്മയിച്ചിട്ടുണ്ടാവാം. താഴേക്ക് എന്തെത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി, നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നും ഇപ്പോഴാരാനും പങ്കമാർ നൂഴിയിൽ വീണുപോയോ എന്ന് വള്ളത്തോൾ തന്നെ ചോദിക്കുന്നുണ്ട്. വള്ളത്തോളിന് അങ്ങനെ എഴുതാൻ കഴിഞ്ഞത് ആകാശം കണ്ടതുകൊണ്ടാണ്. ആകാശത്തെ അസംഖ്യം നക്ഷത്രങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ആ നക്ഷത്രങ്ങളുടെ ഭാഷ ഒരു ദിവസം കൊണ്ട് കൈവന്നതാവാനിടയില്ല. ആകാശത്തിലെ നക്ഷത്ര കൂട്ടങ്ങളിൽ നിന്നൊന്ന് താഴേക്ക് വീണുപോയത് കൊണ്ടാണോ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന കാവ്യഭാവന നക്ഷത്ര നിർഭരമായ ഒരു ആകാശത്തിൽ മാത്രമേ, ആകാശത്തിൻ്റെ സാമീപ്യത്തിൽ മാത്രമേ ഒരു കവിയുടെ മനസ്സിൽ വിടരാൻ സാധ്യതയുള്ളൂ. നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ ആകാശം കണ്ടിട്ടുണ്ട്? എത്ര പേർ പൂക്കളും ചെടികളും പക്ഷികളും അവർക്ക് പരിചിതരായ ചെടികളും പക്ഷികളും പൂക്കളും ഒക്കെ ഉണ്ട്? നിങ്ങളുടെ കുട്ടിക്ക് എത്ര പക്ഷികളുടെ പേര് പറയാൻ കഴിയും? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് കുട്ടിയോട് ചോദിക്കൂ. ഒരു കടലാസിൽ അറിയുന്ന പക്ഷികളുടെ പേരെഴുതാൻ പറയും, അറിയുന്ന പൂക്കളുടെ പേര്. ആ എണ്ണം കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഏക ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്, ആ കുട്ടിയല്ല. അങ്ങനെ പക്ഷികളെയും പൂക്കളെയും ശ്രദ്ധിക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ചിലത് അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാക്കാനാവുക. വീട്ടിൽ കാർട്ടൂൺ ചാനൽ കാണിച്ച് ഭക്ഷണം കൊടുത്ത് നല്ലതുപോലെ ഉള്ളവളായി കുഞ്ഞു വളർന്ന് സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ നാം മുറ്റത്തു നിന്ന് തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി കുട്ടിയെ സ്കൂളിലേക്ക് അയക്കും. ആ ബസ് ഗേറ്റ് കടന്ന് ക്ലാസ് മുറിയുടെ മുന്നിൽ തന്നെ പോയി നിൽക്കും. വീട്ടിൽ നിന്ന് സമീപത്തുള്ള സ്കൂളിലേക്ക് നടന്നു പോകുന്ന എത്ര കുട്ടികളുണ്ട്? ആ നടത്തം ആ കുഞ്ഞിൻ്റെ മാനസിക വളർച്ചയിൽ, വ്യക്തിത്വ രൂപീകരണത്തിൽ വരുത്തുന്ന പങ്ക് എത്ര വലുതാണ്. ആ നടത്തത്തിനിടയിൽ രൂപപ്പെട്ടു വരുന്ന സൗഹൃദങ്ങൾ, കാണുന്ന കാഴ്ചകൾ. ഉറുമ്പുകൾ വരിവരിയായി നടന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ക്ലാസ്സിലെ ടീച്ചറോട് ചോദിക്കണമെങ്കിൽ ഉറുമ്പിനെ കാണണം. ഉറുമ്പുകൾ വരിവരിയായി നടന്നു പോകുന്നത് കണ്ട എത്ര കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്? അപ്പോൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് അയക്കുന്ന ഒരു പാർസലാണ് കുട്ടികളിൽ മഹാഭൂരിപക്ഷം. തിരിച്ചുത്തരവാദിത്വത്തോടെ സ്കൂളിൽ നിന്ന് ഒരു മടക്ക പാർസൽ വീട്ടിലേക്കും വരും. വീട്ടിനകത്ത് സുരക്ഷിതമായ വീടും നല്ല സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട അത്യാവശ്യങ്ങളില്ല. വീടിനകത്ത് തന്നെ വളരുകയും ചെയ്യും. ഇങ്ങനെ ഒരു തലമുറ വളർന്നു വരുന്നത് അതിൻ്റെ ഏക ഉത്തരവാദികൾ രക്ഷിതാക്കളാണ്, ഇന്നത്തെ രക്ഷിതാക്കളാണ്. ബാല്യത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു തലമുറയാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. പക്ഷേ ആ സൗഭാഗ്യങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ അവർക്ക് സാധിക്കാതെ പോയി. അങ്ങനെ അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും മുരടിച്ചു പോയി എന്നതാണ് വസ്തുത.
ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് പൂക്കളെയും പുഴുകളെയും അവയുടെ ഇടവും പ്രസക്തിയുമെല്ലാം ഓർമ്മപ്പെടുത്തണം എന്ന ചിന്തയും തോന്നലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, മനുഷ്യരാശി നേരിടുന്ന വലിയ വെല്ലുവിളി, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം വലിയ സെമിനാറുകളും പുറത്തിറങ്ങുന്ന പുസ്തകങ്ങളും ഒക്കെ നമ്മോട് സംവദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഒരു അക്കാദമിക് വിഷയം എന്നതിനപ്പുറത്ത് ജീവഗന്ധിയായി പരിശോധിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുകയും പ്രകൃതിയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കൂ. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി കാലാവസ്ഥാ വ്യതിയാനത്തെ, ആഗോളതാപനത്തെ, പാരിസ്ഥിതികമായ ആഘാതങ്ങളെയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു മുഖ്യ പങ്ക് മാലിന്യങ്ങളാണ്. ഇപ്പം കേരളത്തിൽ മാലിന്യ വിമുക്ത യജ്ഞം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടവുമാണിത്. മാലിന്യങ്ങൾ ഏറെക്കാലമായി ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നവുമാണ്. വ്യവസായ വിപ്ലവത്തെ തുടർന്നും മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലും ആഗോളീകരണത്തിൻ്റെ കാലത്തുമെല്ലാം ഈ മാലിന്യ പ്രശ്നം, വ്യാവസായിക മാലിന്യങ്ങൾ, രാസമാലിന്യങ്ങൾ, അന്തരീക്ഷ മലിനീകരണം, ഇതെല്ലാം കൂടുതൽ വിപൽക്കരമായി രൂപപ്പെട്ടു വരുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല, ഈ മാലിന്യങ്ങളെ സംബന്ധിച്ച് മാലിന്യം ലോകത്തിന് ചരമഗീതം എഴുതും എന്ന് ആകുലപ്പെട്ട ഒരു ഘട്ടത്തിലാണ് വേൾഡ് ബാങ്കിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന, അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറിയുടെ ചീഫ് ഓഫീസറായിരുന്ന ലോറൻസ് എച്ച് സമ്മൻസ് 33 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഹപ്രവർത്തകർക്ക് മാത്രമായി ഒരു നോട്ട് തയ്യാറാക്കി അയക്കുകയുണ്ടായി. അതിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, നമ്മൾ തമ്മിൽ മാത്രം, അതൊരു പരസ്യ ചർച്ചയ്ക്കുള്ളതല്ല. പക്ഷേ ഏതു വിധേനയോ ആ നോട്ട് പുറത്താവുകയും ദ എക്കണോമിസ്റ്റ് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അദ്ദേഹം അതിൽ ആകുലപ്പെടുന്നത് ഈ മാലിന്യ പ്രശ്നത്തെക്കുറിച്ചാണ്. മാലിന്യ പ്രശ്നത്തെക്കുറിച്ചല്ല, അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ രീതികളെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിപൽക്കരമായ വിഷമാലിന്യങ്ങൾ പുറന്തള്ളുന്ന വ്യവസായങ്ങൾ, അത്തരം സംരംഭങ്ങൾ, ഇതെല്ലാം ദരിദ്ര മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേൾഡ് ബാങ്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്ന ആശയം അദ്ദേഹം മുൻപോട്ട് വന്നു. അതിനെ സാധൂകരിക്കാൻ അദ്ദേഹം ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നുണ്ട്. ആ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിൻ്റെ ആമുഖമായി അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം, മനുഷ്യൻ്റെ വില എന്താണ്? എന്താണ് മനുഷ്യൻ്റെ വില? നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ, വിലമതിക്കാനാവാത്ത ജീവിതം എന്നൊക്കെ പറയില്ല. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വില? വിലമതിക്കാനാവാത്ത ജീവിതം എന്നും വിലമതിക്കാനാവാത്ത സംഭാവന എന്നൊക്കെ പറയുന്നത് ആവോളം ആലങ്കാരികതയുടെ സ്പർശമുള്ള ഒരു മലയാള പ്രയോഗം മാത്രമാണ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ലോറൻസ് എച്ച് സമൻസ് ചോദിക്കുന്നു, മനുഷ്യൻ്റെ വില എത്രയാണ്? ചുരുക്കം ഇത്രയേ ഉള്ളൂ, മാലിന്യങ്ങൾക്കിരയായി ഒരു മനുഷ്യൻ മരിച്ചു പോവുകയാണെങ്കിൽ വിലയുള്ള മനുഷ്യൻ മരിക്കുന്നതാണോ നല്ലത്, വിലയില്ലാത്ത മനുഷ്യൻ മരിക്കുന്നതാണോ നല്ലത്? മുതലാളിത്തത്തിൻ്റെ നിഘണ്ടുവിൽ ഒരു ഉത്തരമേ ഉള്ളൂ, വിലയില്ലാത്ത മനുഷ്യൻ മരിക്കുന്നതാണ് നല്ലത്. വില പിടിച്ച ജീവിതങ്ങൾ നിലനിൽക്കുകയല്ലേ വേണ്ടത്. അപ്പം അദ്ദേഹം ചോദിക്കുന്നു, മനുഷ്യജീവന്റെ വില എത്രയാണ്? ഒരു തിയറി അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യജീവന്റെ വില എന്ന് പറയുന്നത്, മനുഷ്യന്റെ വില എന്ന് പറയുന്നത് രോഗമോ മരണമോ കാരണം സമ്പാദിക്കാൻ കഴിയാതെ പോയ കൂലിയുടെ ആകത്തുകയാണ് മനുഷ്യന്റെ വില. എന്ന് വെച്ചാൽ 60 വയസ്സുവരെ ജോലി ചെയ്യും എന്ന് കരുതപ്പെടുന്ന ഒരാൾ 50 വയസ്സായപ്പോൾ അസുഖം ബാധിച്ച് ജോലി ചെയ്യാൻ കഴിയാതെ പോയി, അല്ലെങ്കിൽ അസുഖം ബാധിച്ചു മരിച്ചു. അപ്പോൾ 60 വയസ്സ് വരെ ജോലി ചെയ്യുമായിരുന്ന ഒരാളാണ്, ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ്, 50-ാം വയസ്സിൽ മരിച്ചു. അപ്പം ആ 10 വർഷം അദ്ദേഹം ജോലി ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന കൂലിയുടെ ആകെ വിലയാണ് മനുഷ്യന്റെ വില. ഇതാണ് സിദ്ധാന്തം. മനസ്സിലായി? അപ്പോൾ ജോലി ചെയ്തതോ എന്ന് ചോദിച്ചാൽ അത് പ്രസക്തമല്ല. കാരണം അതിന് കൂലി വാങ്ങുകയും അത് അനുഭവിക്കുകയൊക്കെ ചെയ്തു, അത് കഴിഞ്ഞു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ വില കണക്കാക്കേണ്ടത് അയാൾ പ്രതീക്ഷിത ആയുസ്സിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലയും ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലയും തമ്മിൽ വ്യത്യാസമില്ലേ?
10 കൊല്ലം ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന ഡോളറും 10 കൊല്ലം സൊമാലിയയിലോ ഉഗാണ്ടയിലോ മൊസാംബിക്കിലോ താമസിക്കുന്ന ഒരാൾ സമ്പാദിക്കുന്ന തുകയും തമ്മിൽ വ്യത്യാസമില്ലേ? എത്ര വ്യത്യാസം? വലിയ വ്യത്യാസം വരും. ഇത് ഇന്ത്യയുമായിട്ടും ഒക്കെ താരതമ്യം ചെയ്യാം ഈ കണക്ക്. അപ്പൊ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവന്റെ ഒരു 100-1 വിലയെ മറ്റ് രാജ്യങ്ങളിൽ, ദരിദ്ര രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനുള്ളൂ. അപ്പോൾ എന്ത് വേണം? ഈ മാലിന്യങ്ങളും മറ്റുമെല്ലാം വമിക്കുന്ന വിഷമാലിന്യങ്ങളുള്ള അപകടകരങ്ങളായ ഫാക്ടറികളും വ്യവസായങ്ങളും എല്ലാം ദരിദ്ര രാജ്യങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുക. അപ്പൊ അത് ബാധിക്കുക വളരെ വില കുറഞ്ഞ ജീവിതങ്ങളെയാണ്. വിലപിടിപ്പുള്ള ജീവിതങ്ങളൊക്കെ രക്ഷപ്പെട്ടു കിട്ടും. ഇതാണൊരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ആവിഷ്കരിച്ചതിൻ്റെ പേരിൽ ലോറൻസ് സമ്മേഴ്സിനെ നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അയാളുടെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് മുതലാളിത്തത്തിൻ്റെ മൂല്യബോധമാണ്, മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാടാണ്, മനോഭാവമാണ്. അദ്ദേഹം ഈ നോട്ട് എഴുതുന്നതിനൊരു 8 കൊല്ലം മുമ്പ് തന്നെ US ജനറൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പരിശോധന, ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേയിൽ അവർ പരിശോധിച്ചത് അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ അപകടകരമായ രാസമാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്ന, നശിപ്പിക്കുന്ന 4 പ്രധാനപ്പെട്ട ഇടങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചാണ് പഠനം. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ 3 കറുത്ത വർഗക്കാരും ദരിദ്രരുമായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലായിരുന്നു എന്നാണ്. അപ്പോൾ ലോറൻസ് സമ്മൻസ് എഴുതുന്നതിനു മുൻപ് തന്നെ മുതലാളിത്ത ലോകം അവലംബിക്കുന്ന അവരുടെ രീതി ഇത് തന്നെയാണ്. പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന രാജ്യങ്ങളെ, അവരുടെ പരിസ്ഥിതിയെ തകർത്തു കളയാൻ മുതലാളിത്തത്തിൻ്റെ ലാഭേച്ഛയ്ക്ക് ഒരു മടിയുമില്ല. പക്ഷെ ആത്യന്തികമായി അത് ഭൂമിയെ തന്നെ ബാധിക്കുന്നു എന്ന് ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചില പൂക്കൾ ഇല്ലാതെയാവും, ചില പക്ഷികൾ ഇല്ലാതെയാവും, ചില നദികൾ മരിച്ചു പോകും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെയും പോകും. 1962 പ്രശസ്തയായ റേച്ചൽ കാഴ്സൺ ദ സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതുന്നത്. പാടാത്ത പക്ഷികൾ എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലയാളത്തിൽ ആ പുസ്തകം അതിൻ്റെ സംഗ്രഹീത തർജ്ജമ ഇറക്കിയിട്ടുണ്ട്. നിശബ്ദ വസന്തം എന്ന പേരിൽ ആ പുസ്തകം പുറത്തിറങ്ങുന്നു. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പലയിടത്തും പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തൻ്റെ സുഹൃത്തിൻ്റെ ഇടത്ത് പക്ഷികൾ പതിവായി ഒത്തുകൂടുന്ന ഇടത്ത് ഒരിക്കൽ പോയപ്പോൾ പക്ഷികളെ കാണുന്നില്ല. അവിടെ നിന്നാണ് എന്തുകൊണ്ട് ഈ പക്ഷികൾ വരുന്നില്ല എന്ന് അന്വേഷിച്ച് കൊതുക് നിവാരണത്തിനും മറ്റുമായി ഉപയോഗിക്കുന്ന, വിവേചനരഹിതമായി ഉപയോഗിച്ച ചില കീടനാശിനികളുടെ പ്രയോഗം ചില പക്ഷി വിഭാഗങ്ങളെ അവിടെ നിന്ന് തുടച്ചു നീക്കി എന്ന് കണ്ടെത്തുന്നു. ആ പുസ്തകം പുറത്തിറങ്ങിയതിനെ തുടർന്ന് അമേരിക്കയിലും പാശ്ചാത്യ ലോകത്താകെ പാരിസ്ഥിതികമായ ആകുലതകൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ജോൺ എഫ് കെന്നഡി DDTയുടെ നിയന്ത്രണത്തിലേക്ക് നയിക്കുന്ന ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത് ഇടയാക്കുകയും ചെയ്തു. ലോകമെമ്പാടും പാരിസ്ഥിതികമായ ചർച്ചകൾക്ക് ഗതിവേഗം നൽകിയ ഒരു കൃതിയാണ് ഈ റേച്ചൽ കാഴ്സന്റെ ദ സൈലന്റ് സ്പ്രിങ്. എന്നാൽ സൈലന്റ് സ്പ്രിങ് ഇറങ്ങുന്നതിനും 8 കൊല്ലം മുമ്പാണ് ഇടശ്ശേരി കുറ്റിപ്പുറം പാലം എഴുതുന്നത്. ഇടശ്ശേരി ആയതുകൊണ്ടും നമ്മൾ നിൽക്കുന്നത് പൊന്നാനിയിലായതുകൊണ്ടും കുറ്റിപ്പുറം പാലം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്ന് 23 ലക്ഷം രൂപയോ മറ്റോ ചെലവഴിച്ചുണ്ടാക്കിയ കുറ്റിപ്പുറം പാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടശ്ശേരി എഴുതിയ കവിത ഒരുപക്ഷെ മലയാളത്തിലെ പരിസ്ഥിതി പ്രധാന പ്രമേയമാവുന്ന, പാരിസ്ഥിതികമായ ആകുലതകൾക്ക് കാവ്യരൂപം നൽകിയ ഒരു സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് 1954 എത്ര ഭാവനാസമൃദ്ധമായാണ് ഭാരതപ്പുഴയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പിറവി തൊട്ടൻ കൂട്ടുകാരിയാം മധുരം തൂകിടും ഗ്രാമലക്ഷ്മി എന്നാണ് അല്ലേ? അത് ശരിയായി അതിൻ്റെ വരികൾ അറിയുന്നവർക്ക് എന്നെ തിരുത്താവുന്ന. കവിയുടെ പിറവി തൊട്ടൻ കൂട്ടുകാരിയാം മധുരം തൂകിടും ഗ്രാമലക്ഷ്മി എന്നാണ് ഭാരതപ്പുഴയെ വിശേഷിപ്പിക്കുന്നത്.
അകലുകയായി അവസാന യാത്ര പറയുകയാം എന്നാണ്. ഏത് കാലത്ത്? 54 എഴുതിയ കവിതയാണ്. ഭാരതപ്പുഴ അവസാന യാത്ര പറഞ്ഞ് അകലേക്ക് മറഞ്ഞു പോകുന്നു എന്ന ഭയം ആ കവിതയിൽ പ്രസരിപ്പിക്കുകയാണ്. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ, മനുഷ്യനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി ഭാരതപ്പുഴ മാറിപ്പോകുമോ? മനുഷ്യൻ എല്ലാ മനുഷ്യത്വവും കളഞ്ഞ് ഒരു യന്ത്രമായി മാറിയാൽ എന്ന് കുറ്റിപ്പുറം പാലത്തിൽ ഇടശ്ശേരി എഴുതുന്നുണ്ട്. നദികൾ മരിച്ചു പോകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. വർത്തമാനകാലം നൽകുന്ന മറുപടി മരിച്ചു പോകും എന്ന് തന്നെയാണ്. ഉദാഹരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഒരിക്കൽ ലണ്ടനിൽ നിന്നും ഗ്രീനിച്ച് വരെ തേംസ് നദിയിലൂടെ യാത്ര ചെയ്യാൻ എനിക്കൊരവസരം കിട്ടി. തേംസിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, എവിടെയും ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും തേംസിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു വെള്ളത്തിൻ്റെ മുകളിൽ വലിച്ചെറിയപ്പെട്ട നിലയിൽ ഒഴുകി നടക്കുന്നതേയില്ല കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുമ്പോൾ. എന്നാൽ തേംസിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, 1858 ലണ്ടനിലൊരു വലിയ വരൾച്ചയുണ്ടായി. ആ സമയത്ത് തേംസ് ചീഞ്ഞു നാറി. വെറും ദുർഗന്ധമല്ല, ചരിത്രത്തിൽ അതറിയപ്പെടുന്നത് ദ ഗ്രേറ്റ് സ്റ്റിങ്ക് എന്നാണ്. വൻ ദുർഗന്ധം എന്ന് വെച്ചാൽ ലണ്ടൻ നഗരമാകെ ദുർഗന്ധത്തിൽ ശ്വാസം മുട്ടി. പാർലമെന്റ് സമ്മേളിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. കെട്ടിടങ്ങളുടെ ജാലകങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ കർട്ടനുകൾ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ടും രക്ഷയില്ലാതെ ലണ്ടനിലെ സർക്കാർ ഓഫീസുകൾക്ക് അനിശ്ചിതകാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചു. എല്ലാ മാലിന്യങ്ങളും ഒഴുക്കുന്ന ഒരു അഴുക്കുചാലായിരുന്നു തേംസ്. മനുഷ്യവിസർജവും വ്യവസായ മാലിന്യങ്ങളുമെല്ലാം ഒഴുകി നടക്കുന്ന ലണ്ടനിലെ അഴുക്കുചാലായിരുന്നു തേംസ് നദി. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ 1957 ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആധികാരികമായി പ്രഖ്യാപിച്ചു, തേംസ് നദി ജൈവശാസ്ത്രപരമായി മരിച്ചു. അതാണ് ലോകത്തിലൊരു പക്ഷേ ഒരു നദി മരിച്ചു എന്ന് ആധികാരികമായി ഒരു ഔദ്യോഗിക ഏജൻസിയുടെ പ്രഖ്യാപനം വരുന്നത് തേംസ് ആയിരിക്കും എന്ന് തോന്നുന്നു. മരിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ മരിച്ച മനുഷ്യർക്ക് ജീവൻ നൽകാനാവുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം ഈ നിമിഷം വരെ നമുക്ക് പറയാൻ പറ്റില്ല. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും മരിച്ചവർക്ക് ജീവൻ നൽകാനുള്ള ഒരു വിദ്യ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ മരിച്ച നദികൾക്ക് ജീവൻ നൽകാനാകുമോ എന്ന് ചോദിച്ചാൽ ആവും എന്ന് തന്നെയാണ് ഉത്തരം. മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക്, സമർപ്പണത്തിന് മൃതിയടഞ്ഞ നദികളെ പുതുജീവൻ പകർന്നു നൽകാനാവും. പഴയതുപോലെയാകുമോ എന്ന് ഉറപ്പ് പറയാനാവില്ല. എങ്കിലും ആ തെംസിലൂടെയാണ് എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭഗീരഥ ശ്രമത്തിലൂടെ ദുർഗന്ധമമിക്കുന്ന അഴുക്കുചാലായിരുന്ന തെംസ് നദിയെ ശുദ്ധീകരിച്ചെടുക്കാൻ, ആ ആവാസ വ്യവസ്ഥയെ ഏറെക്കുറെ പുനഃസൃഷ്ടിക്കാൻ ബ്രിട്ടന് സാധിച്ചു എന്നതാണ് പ്രത്യേകത. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. 1992 ചൈനയിലെ യോങ്ഡിങ് നദി, അത് ബെയ്ജിങ്ങിലാണ്, വറ്റി വരണ്ടു, പൂർണ്ണമായും വറ്റി വരണ്ടു. ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ആകെ പോകുന്നില്ല. ഒരു കരുതൽ അത്യാവശ്യമാണ്. നദീതീരത്ത് ഒരു വൃക്ഷം നടുമ്പോൾ പോലും 1000 വട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അക്വേഷ്യയും യൂക്കാലിപ്സും ഒക്കെ സമൃദ്ധമായി നടുമ്പോൾ നദിയിലെ വെള്ളം കാണെ അവസാനിക്കുന്നു എന്നതിന് ഇപ്പോൾ 5 കൊല്ലം മുമ്പ് 5-8 കൊല്ലം മുമ്പ് ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചൊരു വാർത്ത നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ ചിക്ബല്ലാപൂരിൽ നന്ദിമലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അർക്കാവതി നദി മരിച്ചു എന്നാണ്. അർക്കാവതി നദി അപ്രത്യക്ഷമായി എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ പലയിടത്തും ഉണ്ടാവുന്നു. ചൈനയിലെ ബീജിങ്ങിൽ യോങ്ഡിങ് 92 അപ്രത്യക്ഷമായതെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് പരമപ്രാധാന്യത്തോടെ ആ നദിയുടെ പുനരുജ്ജീവനം കണക്കാക്കുകയും
ഇന്ന് ആ നദി വീണ്ടും ജീവൻ വെക്കുകയും ചെയ്തു എന്നാണ് അനുഭവം. അമേരിക്കയിൽ ന്യൂയോർക്കിൽ ടിബറ്റ്സ് ബ്രൂക്ക് ഇതുപോലെ പുനരുജ്ജീവനം സാധ്യമായ ഒരു നദിയാണ്. നദികൾക്ക് ജീവൻ നൽകാനാവും. ഇന്ത്യയിൽ നദീ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. രാജസ്ഥാനിലെ ആൾവാറിൽ ജനിച്ച രാജേന്ദ്ര സിംഗ് എന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം 1975 ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. സംഘടനയുടെ പേര് തരുൺ ഭാരത് സംഘ് എന്നോ മറ്റോ ആണ്. അവർ ചെറുതും വലുതുമായ നദികളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എത്ര അരുവികൾ മരിച്ചുപോയി നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ട്? ഓവുപാലം എന്ന് പറയും. ഇവിടെ ആ ഭാഗമാണോ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. ഓവുപാലം ചെറിയ, അതിൻ്റെ അർത്ഥം അതിനടിയിലൂടെ ഒരു തോട് ഒഴുകിക്കൊണ്ടിരുന്നു. ആ തോടിന് ഇപ്പോഴെന്ത് സംഭവിച്ചു? 100 കൊല്ലം മുമ്പ്, 50 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ്, ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ പലയിടത്തും അടിയിൽ തോടില്ല. ആ തോട് ഇല്ലാതെയായി പോയി. അതെങ്ങനെ ഇല്ലാതെയായി? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈ യോഗത്തിൽ ഞാൻ ആ കാര്യകാരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും? അതില്ലാതായത് നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാമുള്ള പരിശോധന തീർച്ചയായും നമ്മുടെ അതിജീവനത്തിന് അനിവാര്യമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുഴകൾ, നദികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നോർക്കണം. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ വിവിധ പ്രായത്തിൽപ്പെട്ടവരുണ്ട്. ഒരു നദിയിൽ മുങ്ങിക്കുളിച്ച അനുഭവമുള്ള എത്ര പേരുണ്ട്? ഭൂരിഭാഗം പേർക്കും ഉണ്ടാവും. നദിയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു നദിയിൽ മുങ്ങിക്കുളിച്ച അനുഭവം എത്ര പേർക്കുണ്ട്? നമുക്ക് മുങ്ങിക്കുളിക്കാവുന്ന നിലയിലുള്ള എത്ര നദികളുണ്ട്? എന്തുകൊണ്ടാണ് ഏത് മാലിന്യവും വലിച്ചെറിയാവുന്ന ഒന്നാണ് നദി എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി? പ്രകൃതിയെ അതിൻ്റെ സമസ്ത ഭാവങ്ങളിലും പരിചയപ്പെടാനും അരിമയോടെ, കരുതലോടെ പ്രകൃതിയിലെ ഒരു മനുഷ്യനായി ജീവിക്കാനും നമുക്ക് സാധിക്കാതെ വന്നു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നദികളെ വിശുദ്ധ നദികളായി കണക്കാക്കുന്നതാണ്. പുണ്യനദികൾ, അങ്ങനൊരു പ്രയോഗം തന്നെയുണ്ട്. ഗംഗയും യമുനയും നർമ്മദയും കാവേരിയും ഗോദാവരിയും ക്ഷിപ്രയും ഒക്കെ ഇന്ത്യയിലെ പുണ്യനദികളായി അറിയപ്പെടുന്നതാണ്. പുണ്യനദി. ഞാൻ കഴിഞ്ഞ വർഷം ഡെറാഡൂണിൽ ഒന്ന് പോവുകയുണ്ടായി. അപ്പോൾ ഡെറാഡൂണിൽ പോയപ്പോൾ ഋഷികേശിൽ പോയി. ഋഷികേശിൽ ഗംഗയുടെ തീരത്ത് കുറേ സമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം കിട്ടി. ആ കഥ ഇപ്പോൾ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. കണ്ടൊരു കാഴ്ച പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. ഉത്തരാഖണ്ഡിൽ ഗംഗയുടെ ഒരു പ്രത്യേകത, പൊതുവിൽ എല്ലാവരും പറയുന്നത് ഏറ്റവും ശുദ്ധമായി ഗംഗ ഒഴുകുന്ന പ്രദേശമാണ് അത്. കാരണം ഉത്ഭവിച്ച് അങ്ങനെ അധിക ദൂരമാവാത്ത ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ട് ഇങ്ങനെ വരികയാണല്ലോ, അതാണ്. പക്ഷെ ഞാൻ കണ്ട കാഴ്ച വ്യത്യസ്തമായിരുന്നു. ഗംഗയുടെ നിറം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലിഡർ എന്നൊരു നദിയുണ്ട്. ലിഡർ നിങ്ങൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു നദിയാണ്. എന്നെ അങ്ങേയറ്റം ആകർഷിച്ച, സത്യത്തിൽ ലിഡർ ഒഴുകുന്നത് പഹൽഗാമിലൂടെയാണോ എൻ്റെ ഹൃദയത്തിലൂടെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല. അത്രമാത്രം ആകർഷിച്ച ഇളം പച്ച നിറമുള്ള ശുദ്ധമായ ജലമുള്ള ഒരു നദിയാണ് ലിഡർ. ആ നദി ഇങ്ങനെ പഹൽഗാമിലൂടെ, ബദാവാലിയിലൂടെ, ചന്ദൻവാടിയിലൂടെ ഒക്കെ ഒഴുകി അനന്തനാഗിലെത്തുമ്പോൾ അത് ജലവുമായി ചേരും. അപ്പോൾ നല്ല കറുത്ത നിറമാണ് ആ ഭാഗത്തെത്തുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് യൂനുസിനോട്, ആ നാട്ടുകാരനാണ്, അനന്തനാഗുകാരനാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിറം മാറിയല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ അതെ അതെ, ഇപ്പം ചോക്ലേറ്റിൻ്റെ നിറമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തം നാട്ടിലൊരു ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ അതിനെ മാധുര്യത്തോടെ അവതരിപ്പിക്കുക എന്നത് അന്ന് ഒരനുഭവമായിരുന്നു. ചോക്ലേറ്റിൻ്റെ നിറമായി മാറി എന്ന് വെച്ചാൽ നമുക്ക് കാലെടുത്ത് വെക്കാൻ തോന്നാത്ത വിധം കറുത്തിരുണ്ട് ഒരു മാലിന്യ നദിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായി എന്നാണ് പറഞ്ഞു വന്നത്. ഗംഗ അതുപോലെയാണ് അവിടെയും ഒഴുകുന്നത്. ഏത് മാലിന്യം ഒന്നും ഇല്ല, ശുദ്ധമായ ഗംഗയാണെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് ഗംഗയുടെ സ്ഥിതിയാണ് ഞാനീ പറഞ്ഞത്. നമുക്കൊന്നും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ തോന്നുകയേയില്ല, അതാണ് സ്ഥിതി. പക്ഷെ പുണ്യനദിയായാണ് കണക്കാക്കുന്നത്. എൻ്റെ കൺമുൻപിൽ ഞാൻ കാണുന്നത് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ, അവരെല്ലാം ഭക്ത്യാദരപൂർവം ഗംഗയിലേക്ക് ഇറങ്ങുന്നു.
ആ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നു. അവിടെ ഗംഗയുടെ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം കന്നാസുകളാണ്. വലിയ കന്നാസുകൾ, 10 ലിറ്റർ 20 ലിറ്ററിൻ്റെ ഒക്കെ വലിയ കന്നാസുകളാണ്. കന്നാസുകളിൽ മഹാഭൂരിപക്ഷം എണ്ണത്തിൻ്റെ നിറം കുങ്കുമ നിറമാണ്. അപ്പോൾ എല്ലാവരും ഈ കന്നാസ് വാങ്ങി ഒരു കന്നാസ് ഗംഗാജലം ആയാസപ്പെട്ടെടുത്ത് വാഹനത്തിലും തലച്ചുമടായിട്ടൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ വെള്ളം വീട്ടിൽ സൂക്ഷിക്കും. അവർ വിശ്വസിക്കുന്നത് എല്ലാ അസുഖത്തിനും ദിവ്യ ഔഷധം ഈ വെള്ളമാണ് എന്നാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമീണരൊന്നും അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകുന്ന പതിവില്ല. അവർ വളരെ പിശുക്കി ഈ വെള്ളം ഒരല്പം കുടിക്കും. ചിലപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് പിന്നെ കുടിക്കേണ്ടി വരില്ല, അത് വേറെ കാര്യം. പക്ഷേ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, അവർ ഈശ്വരനായി കാണുന്നു ഗംഗയെ. പുണ്യ നദിയാണ്, പക്ഷെ വിസർജിക്കുന്നത് ആ നദിയിലാണ്. ഉത്തരേന്ത്യയുടെ ടോയ്ലറ്റും ശ്മശാനവും ഗംഗയാണ്. മൃതശരീരം ദഹിപ്പിക്കുമ്പോൾ കാൽഭാഗം കത്തിയാൽ എടുത്ത് നേരെ ഗംഗയിലിടുകയാണെങ്കിൽ ചീഞ്ഞഴുകിയ മനുഷ്യ ശരീരവും മനുഷ്യ വിസർജവും പിന്നീട് ഗംഗ കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ വ്യവസായ മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും എല്ലാം ചേർന്ന് ഒരു അഴുക്കുചാലായി പോവുകയാണ്. വിശ്വാസത്തിലേക്കും ഭക്തിയിലേക്കും ഒന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും പിടികിട്ടാത്തത് പരവശനായ ഒരാൾക്ക് പോലും ഈശ്വരതുല്യമായി പൂജിക്കുന്ന ഈ നദി മലിനമാക്കരുത് എന്ന തോന്നലുണ്ടാവുന്നില്ല. മനുഷ്യരിൽ നല്ലൊരു പങ്കാളുകളും കാപട്യം മുഖമുദ്രയായിട്ടുള്ളവരാണ്. ഇത് ഒരു സാർവകാലികമായ പ്രസ്താവനയായിട്ട് നിങ്ങൾ എടുത്തു. 100% അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ശതമാനക്കണക്ക് പറയാൻ ഞാൻ ആളല്ല. വളരെ പൂ പോലെ ഹൃദയമുള്ള മനുഷ്യരും ഉണ്ടാവാം. എന്നാൽ നല്ലൊരു പങ്കാളുകൾ കാപട്യം മുഖമുദ്രയായിട്ടുള്ളവരാണ്. അത് പ്രത്യേകമായ ഒരു വിഷയമായി നമുക്കെടുത്ത് ചർച്ച ചെയ്യാവുന്നതാണ്. ദൈവമായി കരുതും, കണക്കാക്കും, ആരാധിക്കും, എന്നാൽ അത് കക്കൂസായി പരിഗണിക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു മടിയും ഇല്ല. ഗംഗ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് ആരോപിച്ച് ആ ആവശ്യം ഉയർത്തിയവനെ ഗംഗയിൽ ഒഴുക്കാനും ഒരു മടിയും കാണിക്കുകയുമില്ല. ഇത്തരം അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കെ നമ്മുടെ നദികൾ മരിച്ചു പോവുകയും പക്ഷികൾ അപ്രത്യക്ഷമാവുകയും പൂക്കൾ മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അവിടെ അവസാനിക്കില്ല. അതിൻ്റെ തുടർച്ചയായി മനുഷ്യനും ഇല്ലാതെയാവും എന്ന് നാം കാണണം. ഭൂമിക്കൊരു ചരമഗീതം എഴുതിയത് ONV ആണ്, മലയാളികളുടെ പ്രിയപ്പെട്ട കവി. അതിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നിന്നാസന്ന മൃതി എന്നാണ്. ഭൂമി മരണത്തെ നേരിൽ കാണുന്നു എന്നാണ്. അത് കാവ്യഭാവനയുടെ ധാരാളിത്തം മാത്രമല്ല, ആലങ്കാരികതയ്ക്കും അപ്പുറം അല്പവും അതിശയോക്തിയില്ലാത്ത ഒരു വർത്തമാനകാല തിരിച്ചറിവ് കൂടിയാണ് എന്ന് നമ്മൾ കാണണം. പൂക്കളും കിളികളും പുഴകളും ഇല്ലാതാവുന്ന ഒരു ലോകത്ത് മനുഷ്യർക്ക് മാത്രമായി ജീവിക്കുക അസാധ്യമായിരിക്കും. അതുകൊണ്ട് നാം ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റുപാടുകൾ കൂടി ജീവിക്കുന്നു എന്ന് തന്നെയാണ്. പ്രകൃതിയുമായി സൗഹൃദത്തിൽ കഴിയുന്ന മനുഷ്യർ പുലരാതെ ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനാവില്ല. ആ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കാൻ, തലമുറകളെ നയിക്കാൻ പൂക്കളോടും പുഴകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. മനുഷ്യരെ കാണുന്ന പ്രാധാന്യത്തോടെ എല്ലാ ചരാചരങ്ങളെയും കാണാൻ കഴിയുന്ന ഹൃദയ വിശാലത ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുക എന്നതാണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിവുള്ള ഒരു തലമുറയും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് മാർക്സ് തന്നെ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാർക്സ് പറഞ്ഞിട്ടുള്ളതും നമുക്കെല്ലാം ഹൃദിസ്ഥമായിട്ടുള്ളതുമായ വാചകങ്ങൾ ആവർത്തിക്കേണ്ടതല്ല, എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഈ ഭൂമി ആരുടേതാണ് എന്നതാണ്. ആരാണ് ഭൂമിയുടെ അവകാശികൾ? ആ പേരിൽ എഴുതിയ കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാർക്സ് പറയുന്നു, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെതോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെയോ സ്വകാര്യ സ്വത്തല്ല ഭൂമി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മാനവരാശിയുടെ മുഴുവൻ സ്വത്തുമല്ല ഭൂമി. നമ്മളെല്ലാം ഗുണഭോക്താക്കൾ മാത്രമാണ് ഈ പ്രകൃതിയുടെ. നമുക്ക് കൈവന്ന ഈ പ്രകൃതിയെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ
ഒരു പോറലുമേൽക്കാതെ വരും തലമുറയ്ക്ക് കൈമാറുകയാണ് വേണ്ടത്. ആ ബാധ്യതയാണ് നമുക്ക് എന്ന് ഓർമ്മിപ്പിച്ചത് മാർക്സാണ്. പരിസ്ഥിതിയെ പോറലേൽക്കാതെ സംരക്ഷിക്കാനും പരിസ്ഥിതിയെ ഏറ്റവും തകർക്കാൻ ഇടയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുതലാളിത്തത്തിൻ്റെ ഹൃദയശൂന്യമായ ലാഭേച്ഛയാണെന്ന്, അവർ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അതിൻ്റെ പാരിസ്ഥിതികാഘാതത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് നാളെ ഭൂഗോളത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായി മാറും എന്ന് തിരിച്ചറിയാനും നമ്മുടെ ലോകം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ വരും തലമുറയ്ക്കും വസിക്കാൻ കഴിയുന്നതായി രൂപപ്പെടുത്തി കൈമാറാനും ഒക്കെ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളാകെ എല്ലാ തലമുറകളും ശ്രദ്ധയോടെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് യാത്ര ചെയ്യാൻ എത്താൻ പൂക്കളെയും പുഴകളെയും കുറിച്ചുള്ള ചിന്തകളും ആകുലതകളും നമ്മളെ പ്രേരിപ്പിച്ചാൽ നല്ലത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.